തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ മേയർ ആയിരിക്കും വരാൻ പോകുന്നത്. ആരായിരിക്കും BJPയുടെ മേയർ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ശാസ്തമംഗലത്ത് നിന്നുള്ള കൗൺസിലർ മുൻ DGP കൂടിയായിട്ടുള്ള ശ്രീലേഖ IPS സാധ്യത എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നഗരസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ കൊടുങ്ങാനൂർ എന്ന് ജയിച്ചിട്ടുള്ള മുൻ ജില്ലാ അധ്യക്ഷൻ VV രാജേഷിനും സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സംസ്ഥാനത്തെ 50% വനിതാ സംവരണമായതുകൊണ്ട് കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ വനിതാ സംവരണമായിരുന്നു. ഇത്തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് വനിതാ സംവരണമുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് ഒരു സ്ത്രീയെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ രണ്ടുപേരും സ്ത്രീകളായിരിക്കും എന്ന കാര്യം ചേർത്ത് പറയുന്നുണ്ട്. VV രാജേഷിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ VV രാജേഷ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള നേതാവെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും ആ രണ്ട് പേരിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് രാജീവ് ചന്ദ്രശേഖർ ഉടനെ ഡൽഹിക്ക് പോകുമെന്നാണ്. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നാണ്. കേന്ദ്ര നേതൃത്വം എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ തീരുമാനമെടുക്കാൻ പോകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്നോ നാളെയുമായിട്ട് അദ്ദേഹം ഡൽഹിക്ക് പോകുമെന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, ആരെ വേണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നാരീശക്തി എന്ന രീതിയിൽ പലയിടങ്ങളിലും BJP വ്യക്തമായ നിലപാട് കാണിക്കാറുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രിയാണുള്ളത്. അങ്ങനത്തെ ഒരു നിലപാട് തിരുവനന്തപുരം കോർപ്പറേഷൻ കാണിക്കുമെന്ന് സുപ്രധാനമായ ചോദ്യമുണ്ട്. അത് മാത്രമല്ല, BJP പല സമയത്തും പലയിടങ്ങളിലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു നേതാവിനെയാണ് മിക്കവാറും മേയർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ കൊണ്ടുവരാറുള്ളത്. കഴിഞ്ഞ പല ഇലക്ഷനിൽ നമുക്ക് കണ്ട കാര്യമാണ്. മധ്യപ്രദേശില്, രാജസ്ഥാനില്, ഡൽഹിയില്, അങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പോൾ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് നിതിൻ നാബൻ എത്തിയ കാര്യം പോലും പരിശോധിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സുപ്രധാനമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ശാസ്തമംഗലത്തുള്ള കൗൺസിലർ ശ്രീലേഖയ്ക്കോ അല്ലെങ്കിൽ കൊടുങ്ങാനൂർ എന്നുള്ള കൗൺസിലർ VV രാജേഷിനും ആയിരിക്കും സാധ്യത ഉള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്ര നേതാക്കളുമായി കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് BJPക്ക് രാഷ്ട്രീയ മേൽക്കൈ ലഭിക്കുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. അത് മാത്രമല്ല, സ്ത്രീകളെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള പാർട്ടിയുടെ പ്രതിജ്ഞാബദ്ധത ഇത് ഉയർത്തിക്കാട്ടാനാകുമെന്നും അവർ കണക്കൂട്ടുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലേക്കുള്ള ഒരു പ്രചാരണ ആയുധമായിട്ടും ഇതിനെ പരിഗണിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ DGPക്ക് ആയിരിക്കും സാധ്യത എന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കിട്ടുന്ന മറ്റൊരു പേര് VV രാജേഷിന്റെ ആണ്. എന്നാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമായതിനാൽ രാജേഷിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ട് പദവികൾ സ്ത്രീകൾ തന്നെയായിരിക്കും ശ്രീലേഖ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ സുപ്രധാനമായ ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും സംഭവിക്കുന്നത്. അതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശാസ്തമംഗലത്തു നിന്നാണ് ശ്രീലേഖ ജയിച്ചത്. മുൻപ് ശാസ്തമംഗലത്തെ BJP കൗൺസിലറായിരുന്ന മധുസൂദനൻ നായർക്ക് ഒരു സുപ്രധാനമായ ഒരു പദവി കൊടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ശ്രീലേഖയുടെ വിജയത്തിൽ ഏറ്റവും സുപ്രധാനമായത് മധുസൂദനൻ നായർ പിന്നെ കവടിയാർ പോയി മത്സരിക്കുകയായിരുന്നു. അവിടെ KS ശബരിനാഥിനോട് തോൽക്കുകയായിരുന്നു മധുസൂദനൻ നായർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മധുസൂദനൻ നായരുടെ പ്രവർത്തനമാണ് ശ്രീലേഖയുടെ വിജയത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ മധുസൂദനൻ നായർക്ക് സുപ്രധാനമായ ഒരു പദവി കൊടുക്കുമെന്നും ഇപ്പോൾ മാധ്യമ വാർത്ത സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാലും ചിലപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് ഒരു ട്വിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ശാസ്തമംഗലത്തുള്ള കൗൺസിലർ ശ്രീലേഖയോ അല്ലെങ്കിൽ കൊടുങ്ങാനൂർ എന്നുള്ള കൗൺസിലർ VV രാജേഷാണ് സാധ്യതയുള്ളത്. അതല്ലാതെ മറ്റൊരു ട്വിസ്റ്റ് വരുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാലും BJP ആയതുകൊണ്ട് BJP ദേശീയ തലത്തിലും മറ്റു ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കത്തില്ല. എന്തൊക്കെയാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിക്ക് പോകാതിരിക്കുകയാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാനിരിക്കുകയാണ്.